എല്ലാം പടച്ചോന്റെ അനുഗ്രഹ. ഇനി അള്ള തന്നതൊരു പരീക്ഷണാണെന്ന് കരുതുക. ആ പരീക്ഷണം കാണുമ്പോഴേക്കും നമ്മൾ വിചാരിക്കേണ്ടത് അവന് മാത്രമുള്ളതാ, നമ്മൾക്കൊന്നും ഇല്ലാന്ന്. ഇന്ന് ചിലര് പറയാറില്ലേ, നമ്മളെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ആരോഗ്യം ക്ഷയിക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും സുക്കേട് വരലോ. ഇത് മാത്രല്ല പരീക്ഷണം. അള്ളാഹു ഈ ദുനിയാവിനെ വിശദീകരിച്ചത് ദാറുൽ ബലാ എന്ന പരീക്ഷണങ്ങളുടെ ഭവനം. പരീക്ഷണങ്ങളുടെ ഭവനമായി ദുനിയാവ്. ഏതെങ്കിലും ഒരുത്തൻ ഹോസ്പിറ്റലിൽ വന്ന് പരിശോധിച്ചപ്പം വലിയ സുക്കേടാ. ആ സുക്കേടുമായിട്ട് അതിന്റെ കടലാസും വാങ്ങി തിരിച്ചിറങ്ങി പോകുമ്പം ഇനി നാട്ടിലാണെങ്കിലും ഒരുത്തൻ അങ്ങനെ ഒരു സുക്കേടുണ്ട്, ഓന് പെട്ടെന്നുള്ള സുക്കേടായിരുന്നു, ഓന് വലിയ അസുഖമാണ് എന്നൊക്കെ അറിയുമ്പോ നമ്മൾ എന്താ പറയല്? വല്ലാത്തൊരു പരീക്ഷണം തന്നെയല്ലേ എന്ന്, അല്ലേ? അങ്ങനെയാന്ന് നമ്മൾ പറയാ, വല്ലാത്തൊരു പരീക്ഷണം തന്നെ. എന്നാ അള്ളാഹു പറയുന്നത് അവന്റെ സൂക്കേട് അവന് പരീക്ഷണാണെങ്കിൽ സൂക്കേടില്ലാത്ത ശരീരം നിങ്ങൾക്കുള്ള പരീക്ഷണ. ആരോഗ്യം അള്ളാന്റെ പരീക്ഷണ. ജോലി അള്ളാന്റെ പരീക്ഷണ. ജോലി ഇല്ലാത്തവനും കൂലില്ലാത്തവനും പ്രയാസപ്പെട്ട് നടക്കുമ്പോ ജോലി ഉണ്ടെങ്കിൽ ജോലി ഒരു പരീക്ഷണ. വീടില്ലാത്തവൻ വാടക വീട്ടിൽ കയറി സങ്കടപ്പെട്ട് ആഴ്ചയും മാസവും കടന്നു പോകുന്നത് വെപ്രാളത്തോട് ഓർക്കുന്നുണ്ടെങ്കിൽ ഒരു കൂലിയും വാടകയും കൊടുക്കാതെ അടച്ചുറപ്പുള്ള റൂം കിടന്നുറങ്ങുന്നത് അള്ളാന്റെ പരീക്ഷണ. നമ്മൾ വിചാരിക്കണ്ട പടച്ചോന്റെ പരീക്ഷണം വേദന മാത്രാന്ന്. ആരോഗ്യം പരീക്ഷണ, ഒഴിവ് സമയം പരീക്ഷണ, ഒരു കുഴപ്പമില്ലാതെ ജീവിക്കൽ അള്ളാന്റെ ഒരു പരീക്ഷണ. എല്ലോ റാഹത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നത് ഒരു പരീക്ഷണ.